ദേവസുത സന്തതികളെ, വിശുദ്ധരെ, ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം, ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്, മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെയില്ല, പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല. വടക്ക് അവൻ പ്രവർത്തിക്കയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല, തെക്കോട്ട് അവൻ തിരിയുന്നു, അവനെ കാണുന്നില്ല താനും എന്ന വചനമാണ്. ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ ആശ്വസിപ്പിക്കുന്ന അത്യുന്നതനായ ദൈവത്തെ അന്വേഷിക്കുകയാണ്. ദൈവത്തെ തിരഞ്ഞു നടക്കുന്ന ഒരു ഭക്തനെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യരെ നോക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിലനിൽക്കെ ഭക്തനായ ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ സർവശക്തനായ ദൈവത്തെ അന്വേഷിക്കുകയാണ്. ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ ഇടയ പെൺകുട്ടി കൊട്ടാരത്തിനകത്ത് കിടന്നുകൊണ്ട് തൻ്റെ ഹൃദയാന്തർഗതത്തിനകത്ത് ഇടയ ചെറുക്കനെ അന്വേഷിക്കുന്നത് പോലെ ഇയ്യോബ് ദൈവത്തെ അന്വേഷിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു നഥനയേലിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യഥാർത്ഥ സത്യത്തെ അന്വേഷിച്ച്, സത്യദൈവത്തെ അന്വേഷിച്ച്, യഥാർത്ഥമായ നിലനിൽക്കുന്ന നന്മയെ അന്വേഷിച്ച് നടക്കുന്ന ഒരു മനുഷ്യനെയാണ് അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്. തൻ്റെ അന്വേഷണത്തിൽ തനിക്ക് ആ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് കഴിയാതിരിക്കുമ്പോഴാണ് തൻ്റെ അരികിലേക്ക് കടന്നു വന്ന് പീലിപ്പോസ് പറയുന്നത്, യഥാർത്ഥത്തിൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ആ യഥാർത്ഥമായ നന്മ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെ നിന്ന്? അത് നസ്രയത്തിൽ നിന്നെന്ന് പറയുമ്പോൾ നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിക്കുന്നുമുണ്ട്. എന്നാൽ യഥാർത്ഥമായി യേശു കർത്താവ് നഥനയേലുമായി സംസാരിക്കുമ്പോൾ ഞാൻ നിന്നെ നേരത്തെ കണ്ടിരുന്നു എന്നും എന്നെ അന്വേഷിച്ചുള്ള നിന്റെ യാത്ര ഞാൻ മനസ്സിലാക്കിയിരുന്നു എന്നും, യഥാർത്ഥ ദൈവത്തെ, യഥാർത്ഥ സത്യത്തെ, യഥാർത്ഥ നന്മയെ അന്വേഷിച്ച് നടക്കുന്ന നിനക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് നിന്റെ സമീപത്തേക്ക് കടന്നു വന്നിരിക്കുന്നതും എന്നും പറയുന്ന ഒരു യേശു കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ കാണുകയാണ്. അതുതന്നെയാണ് ഇടയ പെൺകുട്ടിയും കിടക്കയിൽ കിടന്ന ആത്മാവിൽ താൻ അന്വേഷിക്കുമ്പോൾ കണ്ടത്. ആ ഇടയ ചെറുക്കനെ കാണുവാൻ കഴിഞ്ഞു എന്നാണ്. ഇയ്യോബ് യഥാർത്ഥ ദൈവത്തെ അന്വേഷിക്കുകയാണ് തൻ്റെ കഷ്ടതയിൽ. എന്നാൽ 42-ാം അധ്യായത്തിൽ താൻ അന്വേഷിച്ച ദൈവത്തെ തനിക്ക് കാണുവാൻ കഴിഞ്ഞു എങ്കിൽ, ഈ സന്ദർഭത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ സത്യത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളുമെങ്കിൽ, ആ ദൈവം നമുക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി നമ്മുടെ സമീപത്തേക്ക് കടന്നു വരുന്ന ദൈവമാണെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അന്വേഷിക്കുന്നവരായി നമുക്ക് തീരാം, ദൈവത്തെ കണ്ടെത്തുന്നവരായി നമുക്ക് തീരാം, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരായി നമുക്ക് തീരാം. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നവരും
ദൈവത്തെ കണ്ടെത്തുന്നവരും ഇഹത്തിലെ ദുരിതങ്ങൾ മാറി നിത്യാനന്ദത്തിലേക്ക് പ്രവേശിക്കുന്നവരുമായി തീരുവാൻ ഈ ദൈവവചന ചിന്ത കേൾക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കണമേ. നിങ്ങളുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്ന ഒരു അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.